നമസ്കാരം. ഇത് മറിയം അസർചർ, ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ പ്രസ് ടിവിയുടെ മറിയം അസർചർ. ഇറാനിലെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയെ ഇസ്രായേൽ വധിച്ചപ്പോൾ പ്രസ് ടിവിയിൽ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. വാർത്ത വായിച്ചുകൊണ്ടിരിക്കെ അവർ കരയുന്നതാണ് ലോകമാധ്യമങ്ങളിലെ പ്രധാന വീഡിയോ ആയി പിന്നീട് നമ്മൾ കണ്ടത്. വാർത്ത വായിക്കുന്നതിനിടെ കരച്ചിലടക്കാനാകാതെ അവർ പറഞ്ഞു, ഒരു തിരിച്ചടി വരുന്നുണ്ട്, അവർ ചെയ്തതിൻ്റെ ഫലം അവർ കാണും എന്ന്. ഇറാൻ്റെ പരമോന്നത നേതാവിൻ്റെ വധം ഇറാൻ ജനത എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്ന് ലോകം ഉറ്റുനോക്കുമ്പോഴാണ് ഇറാൻ ചാനലിലെ ഈ പ്രതികരണം. രാജ്യം വിട്ട് പ്രവാസികളായി അമേരിക്കയിലടക്കം കഴിയുന്ന വിമത ജനത ഖമനേയി വധത്തെ പൂർണ്ണ ആഹ്ലാദത്തോടെ കാണുന്നു എന്ന അമേരിക്കൻ മാധ്യമങ്ങളുടെ വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് ഇറാനിലെ ജനതയുടെ പ്രതികരണം ഈ മട്ടിൽ നമ്മൾ കാണുന്നത്. ഇറാനിയൻ ജനത അമേരിക്കൻ ഇസ്രായേൽ നടപടിക്കെതിരെ കടുത്ത രോഷത്തിലാണ്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ വാർത്താ ഏജൻസികൾ പുറത്തുവിടുന്നുണ്ട്. ഇറാനിൽ ഇൻ്റർനെറ്റിനടക്കം നിയന്ത്രണമുള്ളതുകൊണ്ട് വ്യാപകമായി തെരുവുകളിലെ സ്ഥിതിവിവരങ്ങൾ പൂർണ്ണമായി ലഭ്യമല്ല എങ്കിലും പ്രതിഷേധമുള്ള സംഘടനകൾ പോലും തങ്ങളുടെ പരമാധികാരത്തിന് മേൽ നടത്തിയ ആക്രമണം എന്ന നിലയിൽ ഇതിനെ അപലപിക്കുന്നുണ്ട്. ജനതയുടെ ഒരുമയെ ചേർത്ത് നിർത്തുക എന്ന ലക്ഷ്യത്തോടെ അയത്തുള്ള അലി ഖമനേയിയുടെ രണ്ടാമത്തെ മകൻ മോജ്തബ ഖമനേയിയെ പരമാധികാരി ആയി, പരമോന്നത നേതാവ് ആയി നിയമിക്കാനുള്ള നീക്കവും അമേരിക്കക്കും ഇസ്രായേലിനും കനത്ത തിരിച്ചടിയാണ്. ഈ സാഹചര്യത്തിൽ ഇറാനിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്ന ലക്ഷ്യം അമേരിക്കയെ സംബന്ധിച്ച് ഉടൻ സാധ്യമാകില്ല എന്നത് ബോധ്യമാണ്. ആക്രമിച്ച് തകർത്താലേ ലക്ഷ്യം നേടാനാകൂ എന്നതാണ് നിലവിലെ സാഹചര്യം. ഇറാനിയൻ ജനത ആഹ്ലാദിക്കുകയാണ് എന്ന ആഖ്യാനം നൽകുന്നത് അമേരിക്കൻ മാധ്യമങ്ങൾ വ്യാപകമായി തുടരുന്നുണ്ട്. US ഇറാനിൽ കുഞ്ഞുങ്ങളെയും പരമോന്നത നേതാവിനെയും വരെ കൊന്നത് ന്യായമായി ട്രംപ് നിരത്തുന്നത് ഇറാൻ ജനതയ്ക്ക് വേണ്ടിയാണ് ഈ ആക്രമണം എന്ന മട്ടിലാണല്ലോ. അതിനെ ന്യായീകരിക്കാനായുള്ള ആഖ്യാനങ്ങളാണ് അമേരിക്കൻ മാധ്യമങ്ങളും പുറത്തുവിടുന്നത്. ഒരു വിഭാഗം ജനങ്ങൾ ആഘോഷമായി തെരുവിലിറങ്ങുന്നുണ്ട്, അവർ രംഗത്തിറങ്ങി, അവർ ഈ ഖമനേയിയുടെ വധത്തിൽ ആഹ്ലാദിക്കുന്നുണ്ട്. ജനങ്ങൾ അവരവരുടെ വീടുകളിലെ ജനാലയ്ക്ക് സമീപം വന്ന് ആഹ്ലാദ പ്രകടനത്തോട് കൈയൊടിക്കുന്നുണ്ട് എന്ന് അമേരിക്കൻ മാധ്യമമായ ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഒപ്പം ഇറാനിലെ കരാച്ച് പട്ടണത്തിലെ ബസദ് ടൗണിൽ ഖമനേയിയുടെ മരണത്തിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ചില ചിത്രങ്ങളും അവർ നൽകുന്നുണ്ട്. എന്നാൽ ഷിയ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന ഭൂരിപക്ഷം ജനത കടുത്ത പ്രതിഷേധത്തിലും ദുഃഖത്തിലുമാണ് എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പാശ്ചാത്യ ശക്തികളുടെ അധിനിവേശത്തെ തടയാൻ ഇനി ആരുണ്ടാകും എന്ന ആശങ്കയാണ് അവർ ഉയർത്തുന്നത്. അതിനിടയിൽ ഖമനേയിയെ വധിച്ചത് ആര് എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അമേരിക്കയാണോ, ഇസ്രായേൽ സേനയാണോ, അതോ ഇരുവരുടെയും സംയുക്ത സൈന്യമാണോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല. ഔദ്യോഗിക സ്ഥിരീകരണം വരും മുമ്പ് ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും പ്രഖ്യാപനങ്ങളുണ്ട് എന്നത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള ഒരു കാര്യം. എന്നാൽ ഇസ്രായേൽ സേന തങ്ങളാണ് ഖമനേയിയെ വധിച്ചത് എന്ന വാദവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഖമനേയിയുടെ വധത്തോടെ ഭീകര ശൃംഖലയുടെ തലയാണ് വെട്ടിമാറ്റപ്പെട്ടത് എന്ന് IDF പറഞ്ഞു. എന്നാൽ ഖമനേയി വധിക്കപ്പെട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇറാനിൽ ഭരണകൂട വിരുദ്ധ പൊട്ടിത്തെറികളൊന്നും ഉണ്ടായില്ല എന്നതാണ് നിലവിലെ വിവരങ്ങൾ. ഈ സാഹചര്യത്തിൽ നെതന്യാഹു നേരിട്ടെത്തി ഭരണകൂടത്തിനെതിരെ രംഗത്തിറങ്ങാൻ ഇറാൻ ജനതയോട് ആഹ്വാനം ചെയ്ത് വീഡിയോ സന്ദേശം തന്നെ പുറത്തിറക്കി. അടിച്ചമർത്തലിൻ്റെ ചങ്ങലകളിൽ നിന്ന് സ്വയം മോചിതരാകാനുള്ള സാഹചര്യങ്ങൾ അമേരിക്കയും ഇസ്രായേലും ഒരുക്കും എന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു. ദശലക്ഷക്കണക്കിന് ഇറാൻ പൗരർക്ക് തെരുവിലിറങ്ങി പ്രതിഷേധിക്കാനും ഈ ഭരണകൂടത്തെ, അതായത് ഖമനേയിയുടെ വധത്തിന് ശേഷവും അവശേഷിക്കുന്ന ഭരണകൂടത്തെ താഴെ ഇറക്കാനുള്ള സുവർണാവസരമാണ് കൈവന്നിരിക്കുന്നത്. ആ അവസരം ഒരു തലമുറയിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്നതാണ്. പേർഷ്യൻ, കുർദിഷ്, അസേരി, അഹ്വാസി, ബലൂചി തുടങ്ങിയ വിഭാഗങ്ങളെല്ലാം ഒന്നിച്ചു നിന്ന് അണിനിരന്ന് തങ്ങളുടെ ഭാവി സുരക്ഷിതം ആക്കണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു വീഡിയോ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടു. വരും ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ലക്ഷ്യങ്ങളിൽ കൂടുതൽ ആക്രമണം ഉണ്ടാകും എന്നും നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. അതായത് ഇറാൻ ഭരണകൂടം ഇതുപോലെ നിലനിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ ഇല്ലാതാക്കും എന്നും ആക്രമണം കടുത്ത നിലയിൽ വീണ്ടും വരും എന്നും, അതുകൊണ്ട് ഇറാൻ ജനത പുറത്തിറങ്ങി പ്രതിഷേധിച്ച് അവശേഷിക്കുന്ന ഭരണകൂടത്തെ ഇല്ലാതാക്കണം എന്നുമാണ് ഇസ്രായേൽ പറയുന്നത്. നെതന്യാഹുവിൻ്റെ വാക്കുകളിൽ ഇപ്പോഴും അവിടെ ഭരണകൂടം നിലനിൽക്കുന്നുണ്ട്, നമ്മുടെ ലക്ഷ്യം നേടിയിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഡൊണാൾഡ് ട്രംപും ഇറാൻ ജനതയ്ക്ക് തിരിച്ചടിക്കാനുള്ള അവസരമാണ് ഇത് എന്നും നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള അവസരം ഉപയോഗിക്കണം എന്നുമാണ് ഖമനേയി വധിക്കപ്പെട്ടതിന് ശേഷം ആവശ്യപ്പെട്ടത്. എന്നാൽ ഇറാനിൽ അത്തരമൊരു പ്രതിഷേധവും നേരിട്ട് ഒരുപോലെ ഉയരുന്നില്ല. മുമ്പ് പലയിടങ്ങളിലും കണ്ടതുപോലെ ഉള്ള
ഉള്ളതിന് സമാനമായ പ്രതിഷേധം ഉയരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ഇറാൻ ആക്രമണത്തിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ ശക്തമായ വികാരം ഉയർന്നു വരുന്ന സാഹചര്യവും ഉണ്ട്. ഇറാന്റെ പരമോന്നത നേതാവിൻ്റെ വധത്തിനെതിരായി ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്. ഖമനേയിയുടെ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വെറുതെ വിടില്ല. ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകാരിയായ ഓപ്പറേഷൻ ആരംഭിക്കുകയാണ് എന്നാണ് IRGC വ്യക്തമാക്കിയതായി ഇറാൻ വാർത്താ ഏജൻസിയായ ഫാർസ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരരായ കൊലയാളികളുടെ കൈകളാൽ ഖമനേയി കൈവരിച്ച രക്തസാക്ഷിത്വം അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ സേവനങ്ങൾ അംഗീകരിക്കപ്പെട്ടതിൻ്റെ അടയാളമാണ്. ഇറാനിലെ ജനങ്ങളുടെ പ്രതികാരത്തിൻ്റെ കൈകൾ അവരെ വെറുതെ വിടില്ല എന്നാണ് റവല്യൂഷണറി ഗാർഡ് പ്രഖ്യാപിക്കുന്നത്. ഖമനേയിയുടെ രക്തസാക്ഷിത്വം ഇറാൻ ജനതയെ സംബന്ധിച്ച് സുപ്രധാനമാണ്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭീഷണിക്ക് വഴങ്ങി പ്രവാസം തിരഞ്ഞെടുത്ത് അവർ നിർദ്ദേശിക്കുന്ന സാമ്രാജ്യത്വം നിർദ്ദേശിക്കുന്ന ഇടങ്ങളിൽ നിന്നുള്ളവരെ പാവസർക്കാരായി വാഴിക്കാനുള്ള നീക്കങ്ങളാണ് അമേരിക്ക നടത്തുന്നത്, ഇസ്രായേലും. പക്ഷേ മറ്റൊരിടത്തുമില്ലാത്ത വിധം അസാധാരണമായി ഇറാനിൽ ഭരണകൂടം ഇതുവരെ വീണിട്ടില്ല. ഇപ്പോഴും നേതാവ് കൊല്ലപ്പെട്ടെങ്കിലും ഇറാൻ ചലിക്കുന്നു, ഭരണ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു. അതിൻ്റെ തുടർച്ച പോലെ അവർ ആവും പോലെ തിരിച്ചടിക്കുകയും ചെയ്യുന്നു. ട്രംപും നെതന്യാഹുവും മാറി മാറി ആഹ്വാനം ചെയ്തിട്ടും ജനം തെരുവിലിറങ്ങി അട്ടിമറിക്ക് കൂട്ടുനിൽക്കുന്നില്ല. അവിടെ ഖമനേയി രക്തസാക്ഷിയായി മാറിയിരിക്കുന്നു. സാമ്രാജ്യത്വത്തിൻ്റെ ഭീഷണികൾക്ക് മുന്നിൽ കീഴടങ്ങാതെ 86 വയസ്സുവരെ സിംഹമായി ജീവിച്ച മനുഷ്യനാണ് ഖമനേയി എന്ന് ആരാധകർ വാഴ്ത്തുന്നു. അതേ പാത ഇറാൻ ഇനിയും പിന്തുടരുമെന്ന് വേണം കരുതാൻ. എന്നാൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും നിരന്തരമായ ആക്രമണം ഒരിക്കൽ ഇറാനെ തളർത്തുക തന്നെ ചെയ്യും. പക്ഷേ അന്താരാഷ്ട്ര നീതി കാറ്റിൽ പറത്തി ഗസയെ ഇല്ലായ്മ ചെയ്ത ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രത്തിൻ്റെ നീക്കങ്ങൾ ഏതുവരെ വേണമെങ്കിലും പോകും. അമേരിക്ക എന്ന ലോകശക്തിയുടെ ട്രംപിൻ്റെ മനുഷ്യത്വ വിരുദ്ധമായ യുദ്ധക്കുതിയുടെ ഒടുക്കം തകർക്കപ്പെട്ടാലും അപരാജിതമായ ഒരു പോരാട്ടത്തിൻ്റെ ഓർമ്മ ലോകത്തിന് മുന്നിൽ അവശേഷിക്കും എന്നുറപ്പാണ്. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇന്നലെ പറഞ്ഞതുപോലെ, നിയമം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു പരമാധികാര രാഷ്ട്രത്തിനു മേൽ ആക്രമണം നടത്തുന്നത് നാളെ ലോകക്രമത്തിനാകെ ഭീഷണിയാണ്. തൽക്കാലം എൻ്റെ തടി കൈച്ചലാക്കി എന്ന് പറഞ്ഞ് ഭൂമിയും അതിരും വിട്ടുകൊടുക്കുന്നവർ ഒരിക്കൽ അത് തിരിച്ചറിയുക തന്നെ ചെയ്യും. ഇറാന്റെ കൈവിട്ട തിരിച്ചടികളിൽ ഇന്ത്യൻ ജനതയടക്കം ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇരയാക്കപ്പെടുമ്പോൾ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെതടക്കമുള്ള നിസ്സംഗത ഈ ലോകത്തെ എങ്ങോട്ട് നയിക്കും എന്ന ആശങ്കയാണ് ബാക്കി. യുദ്ധം എത്രയും വേഗം അവസാനിക്കട്ടെ. നന്ദി, നമസ്കാരം.